ജർമ്മനി ഈസ് ജസ്റ്റ് വാവ്. ഞാൻ എന്താ ഇങ്ങനെ പറയുന്നതെന്നല്ലേ, ഇത് ജസ്റ്റ് സെൻട്രൽ യൂറോപ്പിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു കൺട്രി ആയതുകൊണ്ട് മാത്രമല്ല, ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 2024 ജർമ്മനിയുടെ GDP എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 4500 ബില്യൺ യൂറോസാണ്. അത് തന്നെ ജർമ്മനിയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എക്കണോമിയാക്കി മാറ്റിയിരിക്കുകയാണ്. മാത്രമല്ല, ജർമ്മനിയാണ് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ എക്സ്പോർട്ടിംഗ് നേഷൻ. അത് എക്സ്പോർട്ട് ചെയ്യുന്നത് മോട്ടോർ വെഹിക്കിൾസിൻ്റെ പാർട്സ്, കെമിക്കൽ പ്രോഡക്ട്സ് ഒക്കെയാണ്. മാത്രമല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറുകളില്ലേ, ഏതൊക്കെയാണെന്നറിയാമോ? വോൾസ് വാഗൻ, ബെൻസ്, ഓഡി, ഇതൊക്കെ തന്നെ ഫൗണ്ടേഴ്സ് ജർമ്മനിയിലാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അത്രയും വലുതാണ് ജർമ്മനിയിൽ. അത്രയും തന്നെ ഓപ്പർച്യൂണിറ്റീസും അവിടെയുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് സ്റ്റുഡൻസിനുള്ള ബെനിഫിറ്റ്സ് അല്ലേ, അതും ഞാൻ പറഞ്ഞുതരാം. സ്റ്റുഡൻസിന് വന്നിരിക്കുന്നത് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് അവിടുത്തെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. മാത്രമല്ല, നിങ്ങൾക്ക് ലിവിങ് എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള സ്കോളർഷിപ്സും അവൈലബിൾ ആണ്. ഒരുപാട് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരെണ്ണത്തിനെ പറ്റി ഇപ്പോൾ പറയാം. ഡാഡ് സ്കോളർഷിപ്പ്. ഇത് അപ്ലൈ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനൽ ഇയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. ഇനിയും ഒരുപാട് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ജർമ്മൻ ഗവൺമെൻറ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് അറിയാനായിട്ട് കോൺടാക്ട് myc.com.